കുറെ നാളുകൊണ്ട് എന്റെ തോളിലിരുന്ന് എന്റെ തന്നെ ചെവി തിന്നുന്ന ഒരാളെ ഞാൻ കണ്ടെത്തിയ ദിവസമായിന്ന്. നീ ഒരു കാര്യം ചെയ്, ഓഫീസിൽ നിന്ന് വേഗം ഇറങ്ങി വീട്ടിലോട്ട് പോകും. എന്നിട്ട് അത്യാവശ്യം വേണ്ട തുണിയും സാധനങ്ങളും എടുത്ത് എങ്ങോട്ടെങ്കിലും പോ. അതാ നീ ഇപ്പൊ ചെയ്യേണ്ടത്. ഞാൻ അങ്ങോട്ട് പോവാൻ എന്താ നരേന്ദ്രേട്ട കാര്യം? നീ ആരാണെന്നും എന്താണെന്നും അറിയാൻ രമചേച്ചിയെ ഒരുത്തി ഏൽപ്പിച്ചിരുന്നല്ലോ. ആ സിഐഡി പെണ്ണ് നിന്നെ കുറിച്ച് മുഴുവനും മനസ്സിലാക്കി കഴിഞ്ഞു. നീ ആരാണെന്നും ആരുടെ മകളാണെന്നും എല്ലാം അവക്കിപ്പോ അറിയാം. എല്ലാം അവൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവൾ കണ്ടുപിടിച്ച ഡീറ്റെയിൽസും കൊണ്ട് രമചേച്ചിയെ കാണാൻ വേണ്ടി ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവള് രമചേച്ചിയെ കാണുന്നതോടെ നിന്റെ കാര്യം പോക്കാവും. നീ രാജകുമാരിയും കോപ്പുമല്ലെന്നറിയുമ്പോഴും നീ ശിവദാസന്റെ മകളാണെന്നും കൂടി അറിയുമ്പോ നിന്നെ അവരങ്ങ് തട്ടും. അതാ ഞാൻ പറഞ്ഞത് നീ എങ്ങോട്ടെങ്കിലും പോവാൻ. അവള് രമാദേവി കാണുന്നതിന് മുന്നേ അവളെ തടയണം നരേന്ദ്രേട്ടാ. അതിന് എന്താ വഴി? അതിനുള്ള വഴിയൊക്കെ എനിക്ക് അറിയാം. ഞാൻ വിചാരിച്ച അവള് രമചേച്ചിയെ കാണുകയില്ല. പക്ഷേ ഞാൻ വിചാരിക്കില്ല. കാരണം കുറെ കാലമായിട്ട് നീ എന്നെ പറ്റിച്ചോണ്ടിരിക്കുക. ഇനി നിന്റെ ഒരു കാര്യത്തിന് ഞാൻ വരില്ല. പ്ലീസ് നരേന്ദ്രേട്ടാ, ദേ അങ്ങനൊന്നും പറയരുത് കേട്ടോ. നരേന്ദ്രേട്ടന് മണിമാലയല്ല ആവശ്യം. എങ്ങനെയെങ്കിലും ഞാനത് കൊണ്ട് തരാം. ഈ ഒരു തവണയും കൂടെ എന്നെ സഹായിക്കണം. ഇല്ലെങ്കിലേ അവരെന്നെ കൊല്ലും. അങ്ങനെ സംഭവിച്ച നരേന്ദ്രേട്ടന് മണിമാല കിട്ടില്ല. ഞാൻ മുഖേനെ മണിമാല കിട്ടൂ. അതുകൊണ്ട് നരേന്ദ്രേട്ടന്റെ കാല് പിടിച്ച് ഞാൻ പറയാ, ഇത്തവണ ഒന്ന് സഹായിക്ക്. ഞാൻ നിന്നെ വിശ്വസിച്ചപ്പോഴൊക്കെ നീ എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. എങ്കിലും അവസാനമായിട്ട് ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ നോക്കട്ടെ എന്താ വേണ്ടെന്ന്. നരേന്ദ്ര മേഡം, നിങ്ങളെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. കേറി വാ മോനെ.
നിങ്ങളുടെ മുഖത്തെന്താ ഒരു ഭയം? സാധാരണ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ നിന്നെ കാണുമ്പോ എന്റെ കയ്യിൽ നിന്നും ഒരടി നീ പ്രതീക്ഷിക്കും എന്നെനിക്കറിയാം. പക്ഷേ ഇന്ന് നിനക്ക് അടിയുമില്ല, വഴക്കുമില്ല. കുടിക്ക്. പുറത്തൊക്കെ പോയി ക്ഷീണിച്ചു വന്നതല്ലേ, കുടിക്കടാ. കുടിക്ക്. ചന്ദ്രലേഖ, ഒരു ജ്യൂസ് കൂടി കൊണ്ടുവന്നേ. ജേട്ടാ, ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം. കുറെ നാളുകൊണ്ട് എന്റെ തോളിലിരുന്ന് എന്റെ തന്നെ ചെവി തിന്നുന്ന ഒരാളെ ഞാൻ കണ്ടെത്തിയ ദിവസമായിന്ന്. കുടിക്ക്. ഈ വീട്ടിലെ ഒരാളുടെ മുഖംമൂടി ഇന്ന് ഞാൻ വലിച്ചു കീറും.